എന്തായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശ എന്നാണ് അന്വേഷണം കൊണ്ടെത്തിക്കുന്നത്. 4 തരത്തിലെ പലിശ ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പറയാൻ കാരണം ഈ 4ഉം 4ആയി മനസ്സിലാക്കാൻ സാധിക്കാതെ ഏതോ ഒന്ന് വായിച്ച് മതിയാക്കവർ ലേഖനം എഴുതും, അത് വിരോധിച്ചത് ഇത് മാത്രമാണ് എന്നിങ്ങനെ. മനസ്സിലായില്ല ഞാൻ പറഞ്ഞേ? അറബികളിൽ 4 തരത്തിലുള്ള പലിശ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ 4ഉം വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാതെ പോയവൻ ഒന്ന് കണ്ടിട്ട് എന്ത് പറയുന്നറിയോ? അറബികളെ നാട്ടിലുണ്ടായിരുന്ന പലിശ അതാ വിരോധിച്ചത്, ഇതീ പെടൂല. ഏതാണ് ആ 4 നിറങ്ങൾ? 4ഉം ഹറാമാണ്. ഏതാണ് ആ 4? ഒന്ന്, സാധാരണ നാം പരിചയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പലിശയെ പറ്റി കേട്ട് പഠിച്ച ആ പാഠം. ഒരാൾ ആവശ്യത്തിന് ഒരാളോട് കടം ചോദിക്കുന്നു. കടം കച്ചവടമല്ല, കടം ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു ഞാൻ കടം തരാം, പക്ഷേ തിരിച്ചു തരുമ്പോൾ ഇത്തിരി കൂടി കൂട്ടിത്തരണം, ഇത്ര ശതമാനം. ഇതാണിപ്പോൾ സാധാരണ. ഇതവിടെ ഉണ്ടായിരുന്നു, അറബികളിലുണ്ടായിരുന്നു. തഫ്സീർ റാസി, ഇമാം റാസിയൊക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലിശ നേർക്ക് നേരിൽ. എന്നാൽ ചിലപ്പോൾ ലേശം ഒരു നന്മ കാണിക്കലുണ്ട്. എന്താണെന്നറിയോ? 2ാമത്തെ വകുപ്പ് ഇതാണ്. കടം വാങ്ങിക്കുമ്പോൾ പലിശ പറയില്ല. കടം സാധാരണ നിസം തന്നേക്ക്. അവധിക്ക് കൊടുക്കാൻ കഴിയാതിരുന്നാൽ അവനോട് പറയും ഒന്നുകിൽ ഇപ്പോൾ വീട്ടിൽ തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ തരിക. ലേശം മെച്ചപ്പെട്ട സ്വഭാവമാണ്. ആദ്യം നേർക്ക് നേരുണ്ട്, തുടക്കത്തിലേ പറഞ്ഞൊരു വിഭാഗമുണ്ട്. വേറെ 2ാം ടൈപ്പ് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് പോകണ്ടല്ലോ, പല കാര്യത്തിലും നമ്മളെക്കാൾ ഒരുപടി നല്ലവരായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ദേഷ്യം പിടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ. ലോട്ടറിക്ക് സമാനമായി ഒരു ചൂതുകൾ ഉണ്ടായിരുന്നു അറബികളുടെ ഇടയിൽ പണ്ട് കാലത്ത്. ഇസ്ലാം വിരോധിച്ചു. ചൂത് കളിച്ച് കിട്ടുന്ന ഒട്ടകം അവർ വീട്ടിൽ കൊണ്ടുപോവുകയില്ല, അവിടെ അറുത്ത് പാവങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. എന്നിട്ട് ഇസ്ലാം അത് വിരോധിച്ചു. നമ്മളെ നാട്ടിലെ ലോട്ടറി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ചൂതുകളി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരൊറ്റ ആ പൈസ പാവങ്ങൾക്കല്ല കൊടുക്കല, അവനാ കൊണ്ടുപോകല. ഹലാലാന്നാ വിചാരോ? ഹറാമല്ലേ ഈ ലോട്ടറിയുടെ ആ സംവിധാനങ്ങൾ മുഴുവൻ? അതെല്ലാം ഏത് രൂപത്തിലായിരുന്നാലും ശരി, ലോട്ടറി യാനസീബ് എന്ന് പറയുന്നത് മുഴുവൻ നിഷിദ്ധമല്ലേ? പക്ഷെ അവരൊരുപടി മുന്നിലാ. അത് നാണം കെട്ട പൈസ, കണ്ടവൻ്റെ പൈസ ഉണ്ടായി തിന്നാ, ജയിച്ചത് പേരുണ്ടായാൽ മതി. പിന്നെ ഒട്ടകം കിട്ടി 100 ഒട്ടകം അറുത്ത് തള്ളടാ കൊണ്ടേ തിന്നിട്ട പാവങ്ങളൊക്കെ. അപ്പോൾ പ്രമാണിമാർ ചൂത് കളിക്കുന്നതെന്ന് കേട്ടാൽ നാടോടികളായ അറബികൾ മുഴുവൻ അവിടെ വന്ന് കാത്തിരിക്കും കുന്നിൻ്റെ ചോട്ടിൽ. എന്തിനറിയോ? ആര് ജയിച്ചാലും അവർക്ക് കോളാ, അറുത്ത് തള്ളിയിട്ട മാംസയിറ്റവർ കൊണ്ടേ ഉണക്കി തിന്നും. എന്നിട്ട് ഇസ്ലാം അത് വിരോധിച്ചു. അതാണ് ഒരു വിധി. അറിയോ, പണ്ട് മക്കയിൽ കഅബ ശരീഫ് പുതുക്കി പണിയാൻ മെനക്കെട്ട പോലെ പറഞ്ഞു, ഈ പള്ളിപ്പണിക്ക് വേശപ്പണ്ണിൻ്റെ പൈസയും കുരുത്തം കെട്ട പൈസയൊന്നും വേണ്ട, നല്ല പൈസ മാത്രം മതി. ഞാൻ നിങ്ങളും പള്ളിപ്പിരിവിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെ വല്ല തീരുമാനം എടുക്കലുണ്ടോ? പൈസ അല്ലേ. ചിലരൊരു പടി കൂടി മുമ്പിലാ, അത് നമുക്ക് മൂത്രപ്പേര ഉണ്ടാക്കാൻ മെനക്കെടില്ല. തമാശയായിരിക്കാം, എങ്കിലും ചിന്ത പോട് പോക്കി. നിങ്ങൾ ഒരു കുരുത്തം കെട്ടവൻ്റെ വോട്ട് വേണ്ട. അങ്ങനെ എങ്ങോട്ട് കൂട്ടിയത് ദീപ്പൊടുമല്ലോ അതൊക്കെ. ആ വേശ്യയുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ട് വേണോ എനിക്ക് MLA ആകാൻ? ആ കുരുത്തം കെട്ടവളെ വോട്ട് എനിക്ക് വേണ്ട, എനിക്ക് ജയിക്കണ്ട, അത് പറയണ്ടേ? അങ്ങനെ പറഞ്ഞ ഒരാളെന്ന് 2 ആളെ എനിക്കറിയാതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ആ ജാതി കുരുത്തം കെട്ടവളെ വോട്ടൊന്നും എനിക്ക് വേണ്ട, ഓളോട് എനിക്ക് വോട്ട് തരരുതെന്ന് പറഞ്ഞേക്കുന്നതാണ്. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല ഇയാൾ എന്താ പറഞ്ഞത്. അങ്ങനെ മതി, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന് കൂട്ടിക്കോളൂ, വലുതല്ല. അയാൾ പറഞ്ഞ വാക്കിതാണ്. എനിക്ക് അയാൾ ഭയങ്കര മതിപ്പ് തോന്നി. ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടക്കുന്നൊരു കാലമാണെന്ന്. ആ പേരെ കയറി ഞാൻ വോട്ട് ജയിക്കൂല, പെണ്ണിൻ്റെ ആ കുരുത്തം കെട്ടവളെ ഈ കവളെ വോട്ട് വേണ്ട, അവിടെ ഞാൻ ജയിക്കൂല, അങ്ങനെ കോള് കുത്തിക്കാണ് ഞാനോട്ട് ആ സ്ഥാനത്ത് പോകില്ല. അതൊരു തീരുമാനമാണ് ഒരു മനുഷ്യൻ്റെ. ജാഹിലി അറബി പറഞ്ഞു മക്കം പള്ളിക്ക് കഅബ ഷരീഫിൻ്റെ നിർമ്മാണത്തിന് കുരുത്തം കെട്ട പൈസ വേണ്ട. അതുപോലെ ഒരു നാട്ടിൽ അവിടെ മക്കയിൽ ഒരു വിദേശിയായ ഒരാളെ, അപരിചിതനായ ഒരാളെ കണ്ടാൽ അവർ ചോദിക്കില്ല 3 ദിവസത്തേക്ക് നിങ്ങൾ എന്തിനാ വന്നതെന്ന്. കൂട്ടിക്കൊണ്ടേ ആഹാരം കൊടുക്കും, താമസം കൊടുക്കും, ഫുഡും അക്കോമഡേഷനും ഫ്രീ 3 ദിവസം. 3ാമത്തെ ദിവസം അവരിങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ചോദിക്കും വിരുന്നുകാരനോട്, അല്ല 3 ദിവസം അല്ലപ്പോൾ നിങ്ങൾ എന്തിനാ വന്നത്, എന്താണ് ആവശ്യം എന്നൊക്കെ. അപ്പം ആര് വിദേശി വന്നാലും മക്കയിൽ 3 ദിവസം താമസവും ഭക്ഷണവും ഫ്രീയാ. ഞാൻ ആ നാട്ടുകാരെ നന്നാക്കിയതല്ല, അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ പോവും. കാരണം ദുനിയാവിൽ ലഭിക്കൂ, ആഖിറത്തിൽ ലഭിക്കാതെ പോവും. കാരണം അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ ജാഹിലിയത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷം കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നവർക്കോ പഴയതിൻ്റെ കൂടി പ്രതിഫലം പടച്ചോൻ കൊടുക്കുന്ന ഓഫർ ചെയ്തു.
അള്ളാൻ്റെ നീതി. ആ കൂട്ടത്തിൽ പെട്ടതായി ഇവിടെ. പലിശ അവർ കടം വാങ്ങുമ്പോൾ ചിലപ്പോൾ പറയും പലിശ വേണം. ചിലർ പറയും കൊണ്ടേക്കോ, എപ്പോഴാ തരിക പൈസ? ഒരു മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്. 2 മാസം കഴിഞ്ഞ് പണം തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനില്ലെങ്കിൽ പറയും തരാൻ വയ്യ, 1 മാസം കൂടി അവധി വേണം. കുഴപ്പമില്ല, ഇത്തിരി കൂടി കൂട്ടി തന്നേക്ക് പലിശ. അതാണ് 2ാം തരം പലിശ. 3ാമത്തെ ഒരു പലിശ അവിടെ ഉണ്ടെന്ന് എല്ലാവരും ചെവിടി തുറന്ന് കേൾക്കുക. എന്താണെന്നറിയാം പലിശ? രഹിലത്തെ ഷിതായി വസൈഫിനെ പറ്റി പറഞ്ഞില്ലേ? ശൈത്യകാലത്തും വേനൽക്കാലത്തുമുള്ള കച്ചവട യാത്ര, മക്കക്കാരൻ്റെ യാത്ര, ഒന്ന് സിറിയയിലേക്കും ഒന്ന് യമനിലേക്കുമുള്ള കച്ചവട യാത്ര. ഈ കച്ചവട യാത്ര സംഘടിപ്പിക്കുന്ന ആളുകളെ കയ്യിൽ പലപ്പോഴും പൈസ ഉണ്ടാവില്ല സാധനം സ്വരൂപിക്കാൻ, കച്ചവടക്കാരൻ്റെ കയ്യിൽ. അപ്പോൾ ഇവനെന്ത് ചെയ്യും? മക്കയിലെ പണക്കാരോട് പറയും, നീ കുറച്ച് പണം താ, നിൻ്റെ പണം ഞാൻ നിനക്ക് അതുപോലെ തിരിച്ചു തരും, എനിക്ക് ഇത്ര പൈസയും തരും, ഇത്ര എൻ്റെ കച്ചവടം കഴിഞ്ഞ് വന്നാൽ ഇത്രയും തരും. അതിനെ അവർ വിളിച്ചിരുന്ന പേര് പലിശ എന്നാണ്. മനസ്സിലായോ? ഒരു കച്ചവടത്തിൽ ഒരാൾ ഷെയറല്ല. ഒരു കച്ചവടം, ഞാൻ നടത്തുന്ന ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ ഞാൻ ആവശ്യപ്പെടുക. ഞാൻ പറയുന്ന മറുപടി, ഞാൻ ആ പണം തിരിച്ചു തരുന്നത് വരെ നിങ്ങൾക്ക് മാസാമാസം ഇത്ര തരാം, അല്ലെങ്കിൽ ഒന്നായിട്ടൊരു തുക ഇത്ര തരാം. ആ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്യാം. ഇത് അനുവദനീയമെന്ന മട്ടിലാണ് പലരുടെയും ഒരു ധാരണ. ദോഹയിലൊക്കെ വല്ലാണ്ട് പെരുകുന്നു. ഈ സമ്പ്രദായം അറബികളിൽ ഉണ്ടായിരുന്നു. മക്കയിൽ സിറിയയിലേക്കും യമനിലേക്കുമുള്ള കച്ചവട യാത്ര ഒരുക്കുന്ന അറബികൾക്ക് കാശില്ലാണ്ട് വരുമ്പോൾ പണക്കാരോട് പണം വാങ്ങും, നീ പണം താ, ഇത്ര തുക, ആ തുക ഞാൻ നിനക്ക് തിരിച്ചു തരും, ഞാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത്ര തുകയും നിനക്ക് തരും. അതിനെ അവർ പലിശ എന്ന് വിളിച്ചു, നാം അതിനെ ലാഭം എന്ന് വിളിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. ഓൾക്കറിയാൻ ഇതൊരു പലിശ പരിപാടിയാണ്. ഇതൊരു പലിശ പരിപാടി. കാരണം എന്താ? കച്ചവടം ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും ഈ കൊടുക്കണം മൂലധനം തിരിച്ചു കൊടുക്കണോ, ഈ പറഞ്ഞ തുകയും കൊടുക്കണം. ഞാൻ നിങ്ങളോട് എൻ്റെ ബിസിനസ്സിലേക്ക് നിങ്ങൾ 1 ലക്ഷം മുടക്കി തരണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ പൈസ വാങ്ങിയാൽ ഷെയറല്ല, പാർട്ട്ണറായിട്ടല്ല, നിങ്ങളോട് ഞാൻ കാശ് വാങ്ങാം, ഇത്ര തരാമെന്ന് പറഞ്ഞാൽ, ഇത്ര സംഖ്യ ഞാൻ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ, എൻ്റെ കച്ചവടം ലാഭമായാലും നഷ്ടമായാലും ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് തന്നുകൊണ്ടേയിരിക്കണം. ലാഭനഷ്ടങ്ങൾ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നു, 2 പേരും പങ്കാളിയാവുന്നില്ല, അവിടെ ദീനിൻ്റെ വിധി വരുന്നു, നിഷിദ്ധം. ഇതാണ് പോലെ 3ാമത്തെ പലിശൻ്റെ രീതി, കച്ചവടത്തിലെ പലിശ. 4ാമത്തെ കച്ചവടത്തിൽ അവരിൽ ഉണ്ടായിരുന്ന പലിശ, ഒരു കച്ചവടം നടത്തി, സാധനം എന്തെങ്കിലും പൈസയൊക്കെ പറഞ്ഞു, 2-1 പിന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു പറയും കൂട്ടിത്തരണം. മനസ്സിലായില്ല? സാധനം കച്ചവടാക്കി പറഞ്ഞു, ഇടപാടൊക്കെ നടത്തി അങ്ങോട്ട് കൊടുക്കും, ഇത്ര സാധനം എന്നൊക്കെ. സാധനം കൊടുക്കേണ്ട ആൾ ഞാനാ. ഞാൻ പറഞ്ഞു കച്ചവടമൊക്കെ റെഡി, പക്ഷേ സാധനം നിങ്ങൾക്ക് കൈമാറണമെങ്കിൽ 1 മാസം കഴിയുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ വാങ്ങിയോ പറയും 1 മാസം കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പം തരാൻ വിചാരിച്ച പോലെ ഇത്തിരി കൂടി ഏറെ തരണം എന്നറിയും. അല്ലെങ്കിൽ വാങ്ങിയവൻ പറഞ്ഞു വിചാരിക്കുക, കച്ചവടമൊക്കെ ഉറപ്പിച്ചു, പൈസ തരാൻ നേരത്തെ അയാൾ പറഞ്ഞു പൈസ ഇപ്പല്ല, 1 മാസം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എന്താ പറയാ അയാളോട്? വിറ്റവൻ എന്താ പറയുക? 1 മാസം കഴിഞ്ഞ് പൈസ തരുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേ ഇപ്പം പറഞ്ഞ പൈസ പോരാ, ഇത്തിരി കൂടി തരണം. ഇങ്ങനെ 4 തരം പലിശ അവരിലുണ്ടായിരുന്നു. കടം വാങ്ങുമ്പോൾ തുടക്കത്തിലേ പറയുന്ന പലിശ രീതി, കടം വാങ്ങുമ്പോൾ പറയാതെ കടത്തിൻ്റെ അവധിക്ക് തരാൻ പറ്റാതിരുന്നാൽ ആവശ്യപ്പെടുന്ന പലിശ രീതി, കച്ചവടത്തിന് വേണ്ടി വാങ്ങിക്കുന്ന പണം അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഏറെ കൊടുക്കുന്ന രീതി, ഇടപാടുകൾ നടന്നിട്ട് പണമോ സാധനമോ 2-1 പിന്നീടാണ് കൈമാറുന്നതെങ്കിൽ വർദ്ധിപ്പിക്കുന്ന രീതി. ഈ 4 സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ഇത് 4ഉം കൂടി വിരോധിച്ച ഇസ്ലാം. പക്ഷെ മറ്റൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു, പോലെ അതിന് പലിശ എന്ന് പറയില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്വർണ്ണ കൈമാറ്റം, വെള്ളിക്ക് കൈമാറുമ്പോൾ ഏറ്റക്കുറവുണ്ടാവും. അതുപോലെ കുറ്റായിട്ട് കണക്കാക്കല്ല, പലിശ എന്ന് പറയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ട് പറഞ്ഞു, അതും പലിശ ഇടൂ, ഹറാമാൻ. അപ്പം 5 ഇനങ്ങളായി പലിശയിൽ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സ്വർണത്തിന് പകരം കൈമാറ്റം ചെയ്യുമ്പോൾ, വെള്ളിക്ക് പകരം കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യ തൂക്കമായിരിക്കണം, തുല്യ അളവായിരിക്കണം, റൊക്കമായിരിക്കണം, സദസ്സിൽ വെച്ച് കൈമാറും വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പലിശയാണ്. ഇതുപോലെ ചെയ്യലുണ്ട്. മാറ്റ് കുറഞ്ഞ സ്വർണവും മാറ്റ് കൂടിയ സ്വർണവും തമ്മിൽ കൈമാറുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ തരാമെന്നൊക്കെ പറയും. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങൾ പലിശ എന്ന് വിളിക്കല്ലേ, എന്നാൽ ഇതും പലിശൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പൂർവികന്മാർ പലിശയെ 2 തരമായി സംസാരിക്കാറ്. റിബൻ നസീഅ, റിബൽ ഫളിൽ.
കടത്തിൽ കടന്നു വരുന്ന പലിശ, കൈമാറ്റത്തിൽ കടന്നു വരുന്ന പലിശ, രണ്ടിനമാണ് പലിശ എന്ന് പൊതുവെ പറയും. രണ്ടിനമാണെന്ന് പറഞ്ഞാൽ ആകെ രണ്ടേ ഉള്ളൂ എന്നല്ല, ഈ 5 ഇനങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുക.